ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ മലയാളം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ ക്ലീൻ ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് .NET എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇതിനകത്ത് ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ മലയാളം ഇന്ത്യക്ക് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന വിൻഡോയ്ക്കകത്തുനിന്ന് ആദ്യം കാണുന്ന ലിങ്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലേക്കാണ്. അതിൽ ഭാഷ ഇന്ത്യ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വന്ന വിൻഡോയ്ക്കകത്ത് നമുക്ക് ലാംഗ്വേജ്, അതാണ് ആദ്യം കാണുന്ന മലയാളമാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴോട്ട് ഇന്ത്യക്ക് ഇൻപുട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യരുത്. ആദ്യം കാണുന്ന മലയാളം ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ മലയാളം ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പണായി വരുന്ന ഫോൾഡറിനകത്ത് മലയാളം ഫോൾഡറിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വിൻഡോസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യട്ടോ എന്ന്. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ .NET നമ്മുടെ കമ്പ്യൂട്ടറിനകത്തില്ല. .NET 2.0 അല്ലെങ്കിൽ അതിൽ മുകളിൽ ഉള്ള വേർഷനുകളാണ് കമ്പ്യൂട്ടറിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് 2 അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ 4.8 ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുന്നതിൽ മിനിമൈസ് ചെയ്തിട്ടിട്ട് താഴെ സെർച്ച് ബോക്സിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും കൺട്രോൾ പാനൽ. മിക്കവാറുള്ള കമ്പ്യൂട്ടറിനകത്തെല്ലാം ഡെസ്ക്ടോപ്പിൽ തന്നെ കൺട്രോൾ പാനൽ ഉണ്ടാവും. അങ്ങനെ കിട്ടാത്തവർക്ക് സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തെടുക്കുക. ഇപ്പോൾ ഓപ്പണായി വന്ന വിൻഡോയ്ക്കകത്ത് പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പം ഓപ്പണായി വന്ന വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ് എന്ന് ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ വരുന്നതാണ്. ആ വിൻഡോയ്ക്കകത്ത് നെറ്റ്വർക്ക് ഫ്രെയിം 3.5ഉം 4.8ഉം ആക്റ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ ആ ബോക്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് ലെറ്റ് വിൻഡോസ് അപ്ഡേറ്റ് ഡൗൺലോഡ് ദ ഫയൽസ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അതായത് വിൻഡോസ് അപ്ഡേഷൻ അത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് വിടും. ആ ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിന് വേണ്ട ചേഞ്ചസ് ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡോസ് ചെയ്തോളും. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ക്ലോസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന വിൻഡോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ട് മലയാളം എന്നുള്ള ഫോൾഡറിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓപ്പണായി വരുന്ന മലയാളം ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, എസ് കൊടുക്കുക. ഇപ്പോൾ വന്ന വിൻഡോയ്ക്കകത്ത് ആ 2 ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ
നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് മലയാളം എന്ന് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിൻഡോസിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ ലാംഗ്വേജ് വന്ന് കിടപ്പുണ്ടാവും, ഇംഗ്ലീഷും മലയാളം എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട്. അതിനകത്ത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് മലയാളം ഇന്ത്യക്ക് കീബോർഡ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. അപ്പം മംഗ്ലീഷ് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതും പഠിച്ചു, .NET എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതും പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഹാങ് ആയി വരികയാണെങ്കിൽ അതിന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സെർച്ച് ബോക്സിൽ റണ്ണിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റൺ കമാൻഡ് വന്ന ആ വിൻഡോയ്ക്കകത്ത് %temp% എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ വന്ന വിൻഡോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് Ctrl+A അമർത്തി കൊടുക്കുക. അതപ്പം മൊത്തം സെലക്ട് ആവും, ആ ഫയലുകളെല്ലാം സെലക്ട് ആവും. ടെമ്പററി ആയിട്ട് കിടക്കുന്ന ഫയലുകളാണ് ഇതൊക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണ്. അതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി റൺ കമാൻഡ് കൊടുക്കുക. അതിൽ നമ്മൾ ടെമ്പെന്ന് ടൈപ്പ് ചെയ്യുക. നേരത്തെ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം വെച്ചിട്ടായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത്. ഇപ്പോൾ വെറും ടെമ്പെന്ന് മാത്രം റൺ കമാൻഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പണായി വരുന്ന ഫോൾഡറിനകത്ത് നിന്ന് നമുക്ക് കാണുന്ന ഫോൾഡറുകളോ ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൺ കമാൻഡ് ഒന്നും കൂടെ റൺ ചെയ്യിക്കുക. റൺ കമാൻഡിനകത്ത് പ്രീഫെച്ച് PREFETCH എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു. പെർമിഷൻ ചോദിച്ചതാണ് വിൻഡോസ്, അത് കണ്ടിന്യൂ കൊടുത്ത് അതിനുശേഷം ഓപ്പണായി വന്ന ഫയലിനകത്ത് നമ്മൾ Ctrl+A കൊടുത്ത് എല്ലാം സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊക്കെ ടെമ്പററി ആയിട്ട് കിടക്കുന്ന ഫയലുകളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണ്. അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് റീസൈക്കിൾ ബിൻ അത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം empty റീസൈക്കിൾ ബിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് പെർമിഷൻ ചോദിക്കും, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറും ബേസിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.